ടെലഗ്രാം വഴി നമ്മൾ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പല ആളുകൾക്കും ഓഡിയോ ഫോർമാറ്റ് കിട്ടുന്നില്ല, സൗണ്ട് കിട്ടാത്തൊരവസ്ഥ. ദിസ് ഓഡിയോ ഫോർമാറ്റ് ESC3 ഈസ് നോട്ട് സപ്പോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ കാണിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം, നമുക്കിതെങ്ങനെ ശരിയാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നമ്മളെ മെയിൽ ID ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ 1-2 ഫയൽസ് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മൾ MX പ്ലെയറിലോട്ട് വരിക. MX പ്ലെയറിൽ ഏറ്റവും മുകളിലത്തെ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും വലത്തെ ഭാഗത്ത് ഈ ഒരു പ്രൊഫൈലിൻ്റെ ലിങ്ക് എടുത്താൽ നമുക്ക് ഏറ്റവും താഴോട്ടേക്ക് ഇങ്ങോട്ട് വന്നാൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് എടുത്തിട്ട് ഇതിൽ ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴോട്ടേക്ക് വരുമ്പോൾ നമുക്കിവിടെ കസ്റ്റം കോഡക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ സെലക്ഷൻ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എവിടെയാണെന്ന് വെച്ചാൽ ആ നേരത്തെ ആ ഫയൽ അത് ഏതാണെന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിൽ ആഡ് ആക്കിയതിന് ശേഷം നമ്മൾ MX പ്ലെയർ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നമ്മൾ എവിടെയാണ് നമ്മൾ ഫയൽ റൺ ചെയ്യിപ്പിക്കുന്നത്, ഏതാണോ മൂവീസിൻ്റെ ഫയൽ, ആ ഫയൽ ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ചാൽ സൗണ്ട് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.